ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. ഓരോ വ്യക്തിയെയും കഴിവും പ്രാപ്തിയും ശക്തിയും ഉള്ള വ്യക്തികളാക്കി മാറ്റാനാണ് ഭഗവത്ഗീത നമുക്ക് വഴി പറഞ്ഞു തരുന്നത്. പലരുടെയും ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്ന പോലെ അവരുടെ വ്യക്തിത്വം വളർത്തിയെടുക്കാൻ അവർക്ക് പറ്റാറില്ല. കാരണം എവിടെയൊക്കെയോ എന്തൊക്കെയോ തടസ്സങ്ങൾ വന്ന് അവരുടെ മുന്നോട്ടുള്ള പുരോഗതിയെ അത് ഏറെ തളർത്തുന്നു, അത് വഴിമുടക്കുന്നു. അപ്പോൾ അവർ പറയും, വിധി അനുകൂലമല്ല, ഈശ്വരൻ പോലും എന്നെ കൈവിട്ടു, ദുർഭാഗ്യം തുടങ്ങി ഒരുപാട് വേണ്ടാത്ത പേരുകളും വാക്കുകളും ഉപയോഗിച്ച് അവരുടെ വീഴ്ചകളെ, പരാജയത്തെ അവർ ന്യായീകരിക്കും. ഗീത പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നമ്മുടെ പരാജയത്തിൻ്റെ പ്രധാന കാരണം നാം നമ്മുടെ വ്യക്തിത്വത്തെ വേണ്ട വിധത്തിൽ വളർത്തി വികസിപ്പിച്ച് ഉണർത്തി എടുക്കാത്തത് കൊണ്ടാണ്. അപ്പം നമ്മുടെ കുറവുകൾ മനസ്സിലായാലല്ലേ നമുക്ക് അതിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ടത് അവനവനെക്കുറിച്ചാണ്. അവനവൻ എന്നാൽ യഥാർത്ഥത്തിൽ താൻ ആരാണെന്ന സത്യം തന്നെ മനസ്സിലാക്കുക. അപ്പോൾ നമ്മളെയാണ് നമ്മുടെ വിദ്യാഭ്യാസം പോലും അവഗണിച്ചിരിക്കുന്നത്. ഒരുപാട് സബ്ജക്റ്റുകൾ നമ്മുടെ തലയിൽ കയറ്റുമ്പോൾ നമ്മളെ മാത്രം നമുക്കറിയില്ല, നമ്മളെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഗീത നമ്മളെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ആത്മവിദ്യ എന്ന് പറയുന്നത്. ഇത് ആത്മവിദ്യ, അവനവനെക്കുറിച്ചുള്ള വിദ്യയാണ്. ഒരു മതത്തിലും നിങ്ങൾക്ക് ഇത്തരം വിദ്യ കാണില്ല. മറ്റുള്ള മതങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വർഗത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ കൽപ്പനകളെക്കുറിച്ചും ദൈവത്തിൻ്റെ കുറേ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞ് നിഷ്കർഷിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ, നിങ്ങളുടെ സത്ത എന്താണ്, ശക്തി എന്താണ്, ആ ഒരു സത്യം മനസ്സിലാക്കാൻ ഗീത തന്നെ പഠിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഒരു വ്യക്തി പരാജയത്തിലേക്ക് പോകാൻ കാരണം, എങ്ങനെ ആ വ്യക്തിയെ നമുക്ക് തിരിച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. ഒരു വ്യക്തി വിജയിക്കുന്നിടത്താണ് സമൂഹം വിജയിക്കുന്നത്. കാരണം മാനസികമായി ഉയരുന്ന വ്യക്തികൾക്കേ സമൂഹത്തെയും ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ. മാനസികമായി ദുർബലന്മാരെപ്പോഴും മറ്റുള്ളവരെ പുറകോട്ട് വരികയും ചെയ്യാം. കാരണം ദുർബലന്മാരെ സൃഷ്ടിക്കും, കരുത്തന്മാരെപ്പോഴും കരുത്തന്മാരെ സൃഷ്ടിക്കും. നിങ്ങൾ നോക്കുക, ഒരു ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ കരുത്ത് കൊണ്ട് കുറേ ആളുകളിലേക്ക് പ്രചോദനം കൊടുത്തപ്പോൾ ഈ ഭാരതം വളരെ ആലസ്യത്തിലും അടിമത്വത്തിലും കിടന്ന ഭാരതം സടകുടഞ്ഞെണീറ്റു. ഇതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഉയരാനും നമ്മളെ കൂടുതൽ ഉത്കൃഷ്ടരാക്കാനും നമ്മുടെ കൂടെയുള്ളവരെ കൈപിടിച്ച് ഉയർത്താനും സാധിക്കണമെങ്കിൽ നാം എങ്ങനെയാണ് നമ്മുടെ ദൗർബല്യങ്ങളെ മറികടക്കേണ്ടതെന്ന് അറിയണം. അപ്പോൾ നമ്മുടെ ദൗർബല്യങ്ങൾ നിൽക്കുന്നത് നമ്മുടെ മാനസികാവസ്ഥയിലാണ്. ഞാൻ പറഞ്ഞു, മനസ്സെന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ പൊതുവേ നമുക്കറിയുന്നതാണ്. അതായത് 1 നമ്മുടെ ഇമോഷണൽ മൈൻഡ്, 2 നമ്മുടെ ഇൻ്റലക്ച്വൽ ബ്രെയിൻ അല്ലെങ്കിൽ ബുദ്ധി, 3 നമ്മുടെ ഈഗോ, ഞാനെന്ന വ്യക്തിത്വം. ഇത് നമുക്കറിയുന്നതാണ്. ഇനി 4 ഒന്നുണ്ട്, ഞാൻ പറഞ്ഞു, നമ്മുടെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്, നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, നമ്മുടെ വാസനകൾ എന്ന് പറയും. അപ്പോൾ ഏതായാലും ഇവിടെ പലപ്പോഴും എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ബുദ്ധിപരമായി പലതും തീരുമാനങ്ങളെടുത്ത് നേടണമെന്നൊക്കെ ഉണ്ടെങ്കിലും മനസ്സ് അതിനോട് കോപ്പറേറ്റ് ചെയ്താൽ മാത്രമേ ഈ ബുദ്ധിക്കും മനസ്സിനും തമ്മിൽ ഒരുമിച്ചൊരു ഉയർച്ച നേടാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ അവസ്ഥ എന്താ വെച്ചാൽ, ബുദ്ധിയുടെ കഴിവ് കുറയുന്നതിന് കാരണം മനസ്സ് കുറേ ഡള്ളായതുകൊണ്ടും റെസ്റ്റ്ലെസ് ആയതുകൊണ്ടാണ്. അപ്പം മനസ്സിനെ നമ്മൾ റിഫൈൻ ചെയ്തെടുക്കാതെ, ട്രാൻസ്ഫോം ചെയ്തെടുക്കാതെ ഒരിക്കലും ഒരു ഉയർച്ച നമുക്ക് നേടിയെടുക്കാൻ സാധ്യമല്ല. ഈ ജ്യോതിഷികളൊക്കെ പറയുന്ന പോലെ കാലം അനുകൂലമാകുമ്പോൾ നിങ്ങൾ നന്നാവും എന്ന് പറയുന്ന പോലെ ഈ മനസ്സും ബുദ്ധിയും തമ്മിൽ ചേർന്ന് വരുമ്പോഴാണ്, അതിനെ കണക്ട് ചെയ്യുമ്പോഴാണ്, ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ്, സിങ്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ വിജയം കൈവരിക്കാൻ സാധിക്കുക. അപ്പം അതുകൊണ്ട് ഈ മനസ്സിനെ ഉയർത്തുന്ന കാര്യങ്ങൾ നാം നിരന്തരം നമ്മളിലും പരിശീലിക്കണം, മറ്റുള്ളവരെ പരിശീലിപ്പിക്കുകയും വേണം. യഥാർത്ഥത്തിൽ ഒരു അച്ഛനും അമ്മയും എന്ന് പറഞ്ഞാൽ ഉപദേശികളല്ല, പരിശീലകന്മാരാണ്. അപ്പോൾ ഒരു വ്യക്തിയെ പരിശീലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള കഴിവുകൾ പുറത്തു കൊണ്ടുവരണമെങ്കിൽ
ആ കഴിവുകളെ പുറത്തു കൊണ്ടുവരാൻ തടസ്സം സൃഷ്ടിക്കുന്ന കാരണങ്ങളെ നമ്മൾ മാറ്റി നിർത്തേണ്ടതുണ്ട്. അപ്പം നമ്മൾ മരുന്ന് കഴിക്കുന്ന സമയത്ത് മരുന്ന് കൊണ്ട് നമ്മൾ ആരോഗ്യം വീണ്ടെടുക്കുമ്പോൾ ഈ അനാരോഗ്യത്തിന് കാരണമായ നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ വരുത്തിയിരിക്കുന്ന അണുക്കളുണ്ടെങ്കിൽ, ബാക്ടീരിയ ആവട്ടെ, വൈറസ് ആവട്ടെ, എന്ത് ഇൻഫെക്ഷൻ ആവട്ടെ, അതെല്ലാം മാറേണ്ടതുണ്ട്. അപ്പോൾ ഒരു സമയത്ത് ആരോഗ്യം വളരുന്നു, അനാരോഗ്യം പോകുന്നു എന്നതുപോലെ മനസ്സിൻ്റെ ദൗർബല്യം പോകുമ്പോഴാണ് നമ്മുടെ കഴിവുകൾ ഉണർന്നു വരുന്നത്. അപ്പോൾ മനസ്സിനെ പരിവർത്തനം വരുത്തിയെടുക്കുന്നിടത്താണ് ഒരു വ്യക്തിയുടെ ജീവിത വിജയം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇത് മനസ്സിലാക്കിയവർ വേണം മറ്റുള്ളവർക്ക് ഇത് ഉപദേശിച്ചു കൊടുക്കാൻ. ഹിന്ദു മതത്തിൽ എന്തു പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ കാര്യങ്ങൾ അറിയാതെയാണ് മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് കഥ അറിയാതെ ആട്ടം കാണുക എന്ന് പറയില്ലേ, അതേപോലെ നാം അന്ധമായി പലതും ആചരിക്കുന്നു. നിങ്ങൾ നോക്കൂ, ക്ഷേത്രങ്ങളിൽ ധാരാളം ആളുകൾ പോകുന്നുണ്ട്, ക്യൂ നിന്ന് തൊഴുതു പോരുന്നുണ്ട്. എന്നാൽ എന്തിനാണ് നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ വന്നത് യഥാർത്ഥത്തിൽ എന്ന് ചോദിച്ചാൽ, തൊഴാൻ വന്നു, ഞങ്ങളെല്ലാ വർഷവും വരുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാ മാസവും വരുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും വരുന്നുണ്ട്, അങ്ങനെ തൊഴുതു പോവുകയാണ്. എന്നാൽ ഇവർക്ക് ജീവിതത്തിൽ വല്ല പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്നാലോ ഇരുന്ന് കരയും ചെയ്യും. അല്ല, അപ്പം നിങ്ങൾ ഇത്രയും കാലം തൊഴുതതിന് ഒരു ശക്തിയൊന്നുമില്ലേ? എന്ത് ശക്തി? ദൈവം പോലും എന്നെ കൈവിട്ടു. അപ്പോൾ ആ ദൈവത്തെ പോലും അവർ ശരിക്കും മനസ്സിലാക്കുന്നില്ല, ക്ഷേത്രത്തെ പോലും വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് എന്തു പറ്റുന്നു? അവർ തെറ്റായ രീതിയിൽ ക്ഷേത്രത്തിൽ പോകുന്നു. മീൻസ് അവരുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ, ആഗ്രഹങ്ങൾ തരുന്ന ദൈവമല്ല, നിങ്ങളുടെ മനസ്സും ബുദ്ധിയും ഇൻ്റഗ്രേറ്റഡ് ആകുമ്പോഴേ നിങ്ങൾ ആഗ്രഹിച്ച് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. ഇത് നമ്മൾ പഠിക്കുന്നില്ല. അതിനു പകരം നമ്മൾ മനസ്സിനെയും ബുദ്ധിയും ഒന്നും ശ്രദ്ധിക്കാതെ, അതിനെ വികസിപ്പിക്കാതെ, അതിനെ ഡെവലപ്പ് ചെയ്യാതെ, അതിനെ റിഫൈൻ ചെയ്യാതെ നമ്മൾ ദൈവങ്ങളോട് ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏത് ദൈവം നമ്മുടെ വിളി കേൾക്കും? അപ്പം നമ്മൾ വിചാരിക്കും നമുക്കൊന്നും ദൈവം തന്നില്ല, ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്തു കൊടുത്തു, എന്ത് ഞാൻ വഴിപാട് നടത്തി, പൂജകൾ നടത്തിച്ചു, അത് നടത്തി. പക്ഷേ നമ്മളിൽ ഒരു ഇൻ്റഗ്രേഷൻ വരാതെ എങ്ങനെ വിജയിക്കും? അവിടെയാണ് പലപ്പോഴും പലരും അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെടുന്നത്. അതായത് തൻ്റെ കഴിവ് ഡെവലപ്പ് ചെയ്യാതെ ദൈവങ്ങളെല്ലാം നടത്തിത്തരും എന്ന് വിചാരിക്കുന്നത് വിഡ്ഢിത്തരമാണ്, അത് മണ്ടത്തരമാണ്, അത് അന്ധവിശ്വാസവുമാണ്. ഇവിടെയാണ് ഋഷിവര്യന്മാർ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ജീവിത രീതി, നമ്മളെ പരിവർത്തനം വരുത്തുന്ന ശീലങ്ങൾ. അതിനുവേണ്ടി നാം അമ്പലങ്ങളിലേക്ക് പോയി നോക്കൂ. നിങ്ങളാണ് ഇവിടെ പരിവർത്തനം വരേണ്ട ആള്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അല്ലാതെ ദൈവം നമുക്ക് അനുകൂലമായ കാര്യങ്ങൾ ചെയ്തു തരലല്ല, നമ്മൾ പരിവർത്തനം വരുത്താനാണ്, ഉയർത്താനാണ്, നമ്മളെ റിഫൈൻ ചെയ്യാനാണ് ക്ഷേത്രത്തിൽ പോകുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളൊന്ന് പോകും. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് വ്യത്യാസം വേണം. നമ്മളെ മാറ്റം വരുത്താൻ എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. എന്തിനാ അമ്പലത്തിൽ പോകുന്നത്? എന്നെ പരിവർത്തനം വരുത്താൻ. അങ്ങനെ ഓരോരുത്തരും ഒന്ന് പറഞ്ഞു നോക്കൂ. എന്നെ ഉയർത്താൻ, എന്നെ പരിവർത്തനം, എന്നെ റിഫൈൻ ചെയ്യാൻ. അപ്പോൾ എന്നെ നന്നാക്കാനാണ് അമ്പലത്തിൽ പോകുന്നത്, അല്ലാതെ ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് ആനുകൂല്യങ്ങൾ മേടിക്കാനല്ല. അങ്ങനെ ഒരു ദൈവത്തിന് നിങ്ങൾക്ക് തരാൻ സാധ്യമല്ല. കാരണം നിങ്ങൾ അതിന് അനുയോജ്യമായിട്ടുള്ള പാത്രങ്ങളല്ലെങ്കിൽ, നമുക്കതിനുള്ള യോഗ്യതയില്ലെങ്കിൽ എന്ത് തരാൻ സാധിക്കും? നിങ്ങൾ ഏതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ, വാതിലൊക്കെ അടച്ചിട്ടിട്ട് നമ്മൾ സൂര്യോദയത്തിന് ശേഷം പറയാണ്, ഓ അന്ധകാരം തന്നെ, സൂര്യൻ പോലും അനുഗ്രഹിക്കുന്നില്ല. അപ്പം നമ്മൾ വാതിലുകളൊക്കെ ജനവാതിലൊക്കെ അടച്ചിട്ട് സൂര്യൻ ഉള്ളിലേക്ക് പ്രകാശം തരുന്നില്ല എന്ന് വിലപിക്കുന്ന പോലെയാണ് നമ്മുടെ മനസ്സ് വികസിപ്പിക്കാതെ, പരിവർത്തനം വരുത്താതെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നത്. അപ്പം ഭഗവാൻ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭഗവാൻ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവുകളെ നമുക്ക് വികസിപ്പിച്ചെടുക്കാനുള്ള ബുദ്ധി വേണ്ടത്ര തെളിഞ്ഞു കിട്ടുക. അതാണ് ദൈവാനുഗ്രഹം. ഈശ്വരാനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധി തെളിയുക. ഇതാണ് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമെന്ന് നമുക്ക് ബോധ്യപ്പെടുക. ഇപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ രോഗം കൃത്യമായിട്ട് ഇതാണ് എന്ന് അദ്ദേഹത്തിന് തെളിഞ്ഞു വരുമ്പോൾ, അല്ലെങ്കിൽ ആ ഡോക്ടർക്ക് തെളിഞ്ഞു കിട്ടുമ്പോൾ, അതല്ലൊരു അനുഗ്രഹം എന്ന് പറയുന്നത്. ഒരു പ്രശ്നം പരിഹരിക്കാൻ ആദ്യം ആ പ്രശ്നം എന്താണെന്ന് വ്യക്തതയോടുകൂടി കാണാൻ പറ്റുക. അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരാജയങ്ങൾക്കും കാരണം നമ്മുടെ തന്നെ ചില ദൗർബല്യങ്ങളാണെന്ന് നാം തിരിച്ചറിഞ്ഞ് അതിനെ പരിവർത്തനം വരുത്താനാണ് ഞാൻ ക്ഷേത്രങ്ങളിൽ പോകുന്നതെന്ന ആ ഒരു വ്യക്തത നമുക്കുണ്ടാവണം. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഈ ഒരു വാക്ക് നിങ്ങൾ ബൈഹാർട്ട് പിടിക്കണം. എന്തിനാ അമ്പലത്തിൽ പോകുന്നത്? എന്തിനാ പൂജാമുറിയിൽ പോകുന്നത്? എന്നെ പരിവർത്തനം വരുത്താനാണ്. ആ ഒരു വാക്ക് നിങ്ങൾ മറന്നു വരുത്. എന്നെ പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരെയും, അല്ലാതെ എന്നെ പരിവർത്തനം വരുത്തുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കരുത് സ്വാമിയെ പരിവർത്തനം വരുത്താനാണ് ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നതെന്ന്. ആ അർത്ഥത്തിൽ എടുക്കരുത്. നമ്മൾ ഓരോരുത്തരെയും നമ്മൾ
ഉയർത്താനാണ്, പരിവർത്തനം വരുത്താനാണ്, അല്ലെങ്കിൽ നമ്മളെ മാനസികമായി കൂടുതൽ ഉന്നതിയിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്നത്. ഈ ഒരു കാര്യം നമുക്ക് വ്യക്തമായാൽ ഇനി നമ്മുടെ തലമുറകളിലേക്കും അത് തന്നെ പകരണം. അപ്പം അതുകൊണ്ട് ഇവിടെ എന്ത് സംഭവിച്ചു? അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? പ്രാർത്ഥിക്കാൻ പോകുന്നു, തൊഴാൻ പോകുന്നു, ദൈവത്തോട് അപേക്ഷിക്കാൻ പോകുന്നു എന്ന രീതിയിലൊരു അന്ധമായ ഭക്തി കൊണ്ടു നടന്നപ്പോൾ തലമുറകളും വഴിതെറ്റി. അവരും ഇങ്ങനെ അന്ധമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാനൊന്നും ചെയ്യേണ്ടതില്ല, താൻ പാതി ദൈവം പാതി, ബാക്കിയൊക്കെ ദൈവം ചെയ്തോളും, എല്ലാം ദൈവം തന്നോളും, എല്ലാം ദൈവത്തിൻ്റെ തലയിൽ വെച്ച് കെട്ടി. വാസ്തവത്തിൽ ഇതൊരു അന്ധത തന്നെയാണ്. ദൈവമെല്ലാം തരുമെന്നും ദൈവമെല്ലാം പരിഹരിക്കുമെന്നും ഒരു ഗ്രന്ഥത്തിലും എവിടെ എഴുതി വച്ചിട്ടില്ല. മറിച്ച് ഭഗവാൻ പറഞ്ഞത് ഭഗവാൻ നമുക്ക് ഉപാസന ചെയ്യുന്നവർക്ക് ബുദ്ധി വികസിക്കുമെന്നും അതിലൂടെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്നാണ്. അപ്പം അതുകൊണ്ട് നാം ദൈവത്തോട് പ്രാർത്ഥിച്ച് നമ്മുടെ സമയം കളയാതെ ഉപാസകന്മാരായി, അനുഷ്ഠാനമുള്ളവരായി, ഉള്ളവരായി മാറി നമ്മളെ പരിവർത്തനം വരുത്താൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ജീവിതത്തെ ഉയർത്തിയെടുക്കാൻ സാധിക്കുള്ളൂ. അതാണ് ഈ 29-ാം ശ്ലോകത്തിൽ നമ്മൾ കണ്ടത്. ആ ശ്ലോകം ഒന്നുകൂടി വായിക്കാം. പ്രകൃതേർ ഗുണസമ്മൂഢ സജ്ജന്തേ ഗുണകർമ്മസു താന കൃഷ്ണവിദോ മന്ദാൻ കൃഷ്ണവിന്ന വിചാലയേ. കൃഷ്ണവിദോ മന്ദാൻ ക്രിസ്തവിന്ന വിചാലയേ. മന്ദന്മാരായ, മന്ദൻ എന്ന് പറഞ്ഞാൽ മൂഢൻ, അതായത് എന്തിനാണ് ഒരു കാര്യം ചെയ്യുന്നതെന്ന് വ്യക്തമായി അറിയാതെ അത് അന്ധമായി അനുഷ്ഠിക്കുന്ന ആളുകൾ. അവർക്ക് അറിയില്ല എന്ന് പറയാൻ പറ്റില്ല, തെറ്റായ അറിവുണ്ട്. എന്തോ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം സ്വർഗം തരും, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം ആഗ്രഹിക്കുന്നതൊക്കെ നേടിത്തരും, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം എല്ലാവിധ അഭിവൃദ്ധിയും തരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ വേറെ ചെയ്യേണ്ട, വെറുതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. എല്ലാം അങ്ങോട്ട് പ്രാർത്ഥിച്ചാൽ ദൈവം തരുന്നുണ്ടെങ്കിൽ ഇതിനും നല്ലൊരു ദൈവവും ഇതിനും നല്ലൊരു സ്ഥലമുണ്ടോ? ഈ ലോകം അങ്ങനെയാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വല്ലതും നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് മാത്രം നേടാൻ പറ്റുമോ? പ്രയത്നിക്കാതെ? എന്നാൽ പിന്നെ ആ പ്രാർത്ഥന മാത്രം മതിയല്ലോ. അപ്പം അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ഇവിടെ കൃഷ്ണൻ ഭഗവാൻ കൃഷ്ണൻ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്, ഇങ്ങനെ അന്ധമായി ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുള്ള ആളുകളെ വേണ്ട വിധത്തിൽ അവർക്കിതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് വേണം പലതും ആചരിപ്പിക്കാൻ. അതാണ് നമ്മുടെ അമ്മമാർക്കൊക്കെ പറ്റിയ അപകടം. കുട്ടികൾ സന്ധ്യയ്ക്ക് നാമം ചൊല്ലുമ്പോൾ, അവർക്ക് കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ, പുരാണ കഥകളും മറ്റും പറഞ്ഞു കൊടുക്കുമ്പോൾ, മന്ത്രങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവരെ നിരന്തരം ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യമായിരുന്നു, ഇതെല്ലാം നിൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്താനും ധൈര്യപ്പെടുത്താനും നിൻ്റെ മനസ്സിനെ ഉയർത്താനും ഒക്കെയാണ്. അപ്പോഴാണ് മനസ്സ് ഉയരുമ്പോഴാണ് നിനക്ക് ശക്തി, കരുത്ത്, ധൈര്യം, ഊർജം, ഉത്സാഹം ഇതൊക്കെ കൂടി വരുന്നത്. അപ്പം തൻ്റെ മനസ്സ് വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി, തൻ്റെ മനസ്സിനെ കൂടുതൽ കരുത്തുള്ളതാക്കി തീർക്കാനാണ് ഞാനിത് കേൾക്കുന്നത്. അല്ലാതെ കൃഷ്ണൻ്റെ വീരകൃത്യങ്ങളൊക്കെ കേട്ടതുകൊണ്ട് എനിക്കെന്ത്, രാമൻ്റെ വീരകൃത്യങ്ങൾ കേട്ടതുകൊണ്ട് എനിക്കെന്ത് പ്രയോജനം? ഇതൊക്കെ എൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്താനാണ്. ഇതേത് അമ്മമാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്? അവർ കുട്ടികളെ കഥ കേൾപ്പിക്കും, കുട്ടികൾക്ക് പല കീർത്തനങ്ങളും പഠിപ്പിക്കും. അതെല്ലാം ഏതൊരു ദൈവത്തിനെ പുകഴ്ത്തുന്ന ദൈവത്തിൻ്റെ കഥകളായി മാത്രം നമ്മൾ കൊണ്ടു നടന്നപ്പോൾ കാലം കൊണ്ട് അതിലൊക്കെയുള്ള താല്പര്യം ഒരു യുവതലമുറയ്ക്ക് നഷ്ടപ്പെട്ടു. അതാണ് ഇന്ന് ഹിന്ദുമതത്തിന് സംഭവിച്ചത്. കുറേ അന്ധമായി പലതും ആചരിച്ചപ്പോൾ, പിന്നീട് അതിൻ്റെ അർത്ഥമറിയാതെ വന്നപ്പോൾ അവർക്ക് തോന്നി പ്രാർത്ഥിക്കാതെയും ഇവിടെ മനുഷ്യർ പലതും നേടിയെടുക്കുന്നില്ല, പിന്നെ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിച്ചവർക്ക് എന്താ കഷ്ടപ്പാടുകൾ വരാതിരിക്കുന്നുണ്ടോ? അപ്പം ശരിക്കുള്ള പ്രാർത്ഥന എന്താണെന്ന് കുട്ടികളെ പഠിപ്പിച്ചില്ല. നാം അമ്പലത്തിൽ ചെന്നോ പൂജാമുറിയിൽ ചെന്നോ തൊഴുത് എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ അത് തന്നെ വ്യഗ്രചിത്തോ എന്നാണ്. വ്യഗ്രചിത്തോ എന്ന് പറഞ്ഞാൽ മനസ്സിന് ഇല്ലാതെ, ഒരു അങ്ങേയറ്റത്തെ അർപ്പണമില്ലാതെ, ഒരു ആസ്വാദനമില്ലാതെ, ആർക്കോ വേണ്ടി ഈ മന്ത്രങ്ങളൊക്കെ ജപിച്ച് നാം കുറച്ച് സമയം ചെലവഴിച്ച് നമ്മൾ ധരിക്കുകയാണ്, എൻ്റെ പ്രാർത്ഥനയിലൊക്കെ ദൈവം പ്രീതിപ്പെട്ട് കാണും, ദൈവം വേണ്ടതുപോലെ കേട്ട് കാണും, അതുകൊണ്ട് ദൈവം എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്നു. ഇങ്ങനെ അന്ധതയിൽ നമ്മൾ ഭക്തി കൊണ്ട് നടന്നു. അതുകൊണ്ടാണ് പലരും ഇങ്ങനെയൊക്കെയുള്ള ഓഫർ ദൈവത്തിന് കൊടുക്കുന്നത്.
ദൈവമേ ഒരു ലോട്ടറി അടിച്ചാൽ പകുതി പൈസ അങ്ങേക്ക് തരാം. അങ്ങനെയൊക്കെ കേട്ടില്ലേ? എൻ്റെ മകളുടെ കല്യാണം കഴിച്ചു തന്നാൽ ഞാനൊരു പാൽപ്പായസം കഴിപ്പിച്ചു തരാം. അല്ലെങ്കിൽ എൻ്റെ മകനൊരു വധുവിനെ കണ്ടുകിട്ടിക്കഴിഞ്ഞാൽ ഞാനൊരു നെയ്വിളക്ക് കത്തിച്ചോളാം. നമ്മളൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഇങ്ങനത്തെ കുറേ ഓഫറുകൾ ദൈവത്തിന് കൊടുക്കുക. അങ്ങനെയാണ് ദൈവത്തിന് ഒരുപാട് സാധനങ്ങൾ, വിളക്കും മാലയും മത്തും ഇതൊക്കെ വരുന്നത്. ഓരോരുത്തർ സങ്കല്പിക്കും. അപ്പോൾ അത് നടന്നു കിട്ടുമ്പോൾ അവർ വിചാരിക്കും, ഓ ഇത് ദൈവമായിട്ട് കൊണ്ടു തന്നാണെന്ന്. പക്ഷെ നാം മനസ്സിലാക്കണം, ഇത്തരം സങ്കല്പങ്ങളൊക്കെ നമ്മൾ വയ്ക്കുമ്പോൾ എന്തുകൊണ്ട് ഇത് നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരുടെ മനസ്സിലാണോ ഈ ഒരു കാര്യം സങ്കല്പിക്കുമ്പോൾ അങ്ങേയറ്റത്തെ ശ്രദ്ധയും ഏകാഗ്രതയൊക്കെ ഉള്ളത്, ആ സമയത്ത് നാം എടുക്കുന്ന തീരുമാനം അതൊരു പക്ഷേ അങ്ങേയറ്റത്തെ ഷാർപ്പ്നെസ്സിൽ തന്നെ അത് കൊള്ളേണ്ടടുത്ത് കൊള്ളും. ആ സങ്കല്പത്തിൻ്റെ ശക്തി കൂടുന്തോറും അത് നടക്കാനുള്ള സാധ്യതകൾ കൂടും. എന്നാലൊരു സംശയത്തോടു കൂടിയിട്ടാണ് നമ്മളൊരു കാര്യം തീരുമാനിക്കുന്നതെങ്കിൽ അതൊരിക്കലും നടക്കില്ല, നടക്കാനുള്ള സാധ്യതകളും കുറഞ്ഞു വരും. അപ്പോൾ ഈ മനസ്സിൻ്റെ ശക്തി നമ്മളത് പഠിക്കാനുണ്ട് ഏറെക്കുറെ. കാരണം നമ്മളൊരു കാര്യം സങ്കല്പിക്കുമ്പോൾ ആ ഒരു കാര്യം നടക്കണം എന്ന് നമ്മൾ 101% ആത്മാർത്ഥമായി അതിലേക്ക് അങ്ങനെ ഇറങ്ങിച്ചെന്ന് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ, നമ്മൾ പറയാറില്ലേ ചില ആളുകൾക്ക് ശാപം എന്ന് പറയണത് കണ്ണുകൊള്ളുക എന്നൊക്കെ പറയില്ലേ, കരിനാക്ക് കൊള്ളുക എന്നൊക്കെ. ഈ കരിനാക്ക് കണ്ണുകൊള്ളുക എന്നൊക്കെ പറയുന്നത് എന്താണ്? അവരാ പറയുന്നത് അത്രയും അവരുടെ മനസ്സും ബുദ്ധിയും ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണോ അവർ സങ്കല്പിച്ചത്, എന്താണോ അവർ വിചാരിച്ചത്, അത് നടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ മനസ്സും ബുദ്ധിയും പരസ്പരം ഒന്ന് ചേർന്ന് നിൽക്കണം. അത് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ആചാര അനുഷ്ഠാന സംസ്കാരാദികളൊക്കെ കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് ആവർത്തിക്കുകയാണ്, എന്തിനാ ക്ഷേത്രത്തിൽ പോകുന്ന ആര് ചോദിച്ചാലും എൻ്റെ മനസ്സിനെ പരിവർത്തനം വരുത്താൻ, എൻ്റെ മനസ്സിനെ ഉയർത്താൻ, എൻ്റെ മനസ്സിനെ കൂടുതൽ ശക്തിയും കരുത്തും ഉന്മേഷവും ഊർജവും ഉള്ളതാക്കി തീർക്കാൻ. അതാണ് നമ്മുടെ ക്ഷേത്രങ്ങളുടെയൊക്കെ ലക്ഷ്യം. രാമായണത്തിൽ ഇത് പറയുന്നത് ശ്രീരാമസ്വാമി തന്നെ പറയുന്നുണ്ട്. ശബരി ഉപാഖ്യാനത്തിൽ, അതായത് ആരണ്യകാണ്ഡത്തിൻ്റെ അവസാന ഭാഗത്ത് ശ്രീരാമസ്വാമി ലക്ഷ്മണരോടൊന്നിച്ച് ശബരീദേവി തപസ് ചെയ്യുന്ന ശബരിമലയിൽ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ശബരീദേവിയോട് ഭഗവാൻ പറയുന്നുണ്ട്, ക്ഷേത്രോപവാസയാഗാദി അഖിലകർമ്മങ്ങളാൽ ക്ഷേത്ര ഉപാസന. ക്ഷേത്ര ഉപാസന, ആ വാക്ക് വളരെ ശ്രദ്ധിക്കുക. എന്തിനാ ക്ഷേത്രങ്ങൾ? ഉപാസന. ഉപാസന എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും മനസ്സിനെ അടുത്ത് ആസനം ഉറപ്പിക്കുക, ഇരുത്തുക. എവിടെ ഇരുത്തേണ്ടത്? ഭഗവാന്റെ നാമസ്മരണകളിൽ മനസ്സിനെ ഉറപ്പിക്കാൻ, ഇരുത്താനാണ് നാം ക്ഷേത്രത്തിൽ പോകുന്നത് നടത്താം. മനസ്സിലായില്ല? അതായത് ഭഗവാൻ എന്ന് പറയുന്നത് നമ്മുടെ മുന്നിലുള്ള വിഗ്രഹങ്ങളല്ല, അത് കേവലം ഏകാഗ്രതയ്ക്ക് വേണ്ടിയിട്ടാണ്. ഭഗവാൻ എന്ന് പറയുന്നത് എല്ലാറ്റിനെയും നിലനിർത്തുന്ന ബോധശക്തിയാണ്. ഞാനെന്ന് പറയുന്ന എന്നെ ഞാനാക്കി മാറ്റുന്നൊരു ബോധശക്തി. അപ്പം എല്ലാ മനസ്സുകളെയും, ഈ ലോകത്തുള്ള സകല ജീവജാലങ്ങളുടെയും മനസ്സുകളെ നിലനിർത്തുന്നൊരു ബോധശക്തി. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ ചലനങ്ങളെ മുഴുവൻ വളരെ കോർഡിനേറ്റ് ചെയ്ത് മംഗളകരമാക്കി നിലനിർത്തുന്ന അത്ഭുതകരമായ അനന്തമായ ബോധശക്തിയാണ് ഈശ്വരൻ. പക്ഷെ നമുക്ക് ആ ഈശ്വരനെ അറിയാനോ കാണാനോ സാധ്യമല്ല, കാരണം അത്യന്തം സൂക്ഷ്മമാണത്. അപ്പം പിന്നെ ഈശ്വരനെ ഗ്രഹിക്കാൻ മന്ത്രങ്ങളിലൂടെ മാത്രമേ പറ്റൂ, നാമങ്ങളിലൂടെ മാത്രമേ പറ്റുള്ളൂ. നാമം ഉറപ്പിക്കാൻ നമുക്കൊരു രൂപം വേണം, വിഗ്രഹം വേണം. അപ്പം അങ്ങനെ നമ്മൾ നാമത്തിൽ മനസ്സുറപ്പിച്ച്, കണ്ണുകളെ ഒരു വിഗ്രഹത്തിൽ ഉറപ്പിച്ച്, മനസ്സിനെ നാമത്തിൽ ഉറപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മനസ്സ് മറ്റുള്ള ചിന്തകളിലേക്ക് പോകുന്നതിൻ്റെ തീവ്രത കുറഞ്ഞ് നാമത്തിൽ അങ്ങനെ മുഴുകുമ്പോൾ ആ മനസ്സും ബുദ്ധിയും കൂടുതലെടുക്കുന്നു. നേരത്തെയുള്ള മനസ്സ് ഇന്ദ്രിയങ്ങളോടുകൂടി ചേർന്ന് പലതിനെക്കുറിച്ചും കണ്ടതും കേട്ടതും ഒക്കെ ഇരുന്ന് ആലോചിക്കുകയാണ്. നമ്മുടെ പൂർവ്വവാസനകളൊക്കെ അങ്ങനെ പൊങ്ങി വരികയാണ്. ഇപ്പോൾ നാമസ്മരണാദി സംസ്കാരങ്ങളെ കൊണ്ട് കെട്ടടങ്ങിയ മനസ്സ് ബുദ്ധിയോട് ചേരുമ്പോൾ അത്തരം ബുദ്ധികൾ എടുക്കുന്ന തീരുമാനം അത് വിജയപ്രദമാവും. കാരണം അവരുടെ ബുദ്ധിക്ക് മനസ്സിൻ്റെ ഒരു ശക്തി, സപ്പോർട്ട് കിട്ടി. മറ്റുള്ളവരുടെ ബുദ്ധിക്ക് തീരുമാനങ്ങളുണ്ട്, ശക്തിയില്ല, അതുകൊണ്ട് നടക്കണമില്ല. പിന്നെ ദൈവത്തെ കുറ്റം പറയേണ്ട എന്താ കാര്യം? അപ്പോൾ ദൈവം എന്ന് പറയുന്നത് മറ്റവരെ സംബന്ധിച്ച് ഒരു വിഗ്രഹമാണ്, അതൊരു
വിഗ്രഹം ഒരു അത്ഭുതകരമായ ശക്തി തരുന്നൊരു വിഗ്രഹമാണ്, അതെന്തോ അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ലോകം ഇങ്ങനെയല്ല, മനസ്സിലായില്ലേ? എല്ലാം ദൈവം നടത്തിത്തരും എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ദൈവം നടത്തിയാൽ മതി. നിങ്ങളങ്ങനെ തെറ്റിദ്ധരിച്ച ഒരു ഭക്തി ഇനി മേലാൽ കൊണ്ട് നടക്കരുത്. അങ്ങനെ നമ്മുടെ ഋഷിവര്യന്മാർ ഒരിടത്തും പറഞ്ഞില്ല. ഈവൻ സാക്ഷാൽ കൃഷ്ണൻ പോലും പറഞ്ഞില്ല. നിങ്ങളൊക്കെ രാമായണം വായിക്കുന്നവരല്ലേ? രാമായണത്തിൽ എവിടെയാണ് രാമൻ എല്ലാം അങ്ങോട്ട് നടത്തി കൊടുത്തിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അച്ഛൻ മരിക്കുന്ന സമയത്ത് രാമൻ അച്ഛനെ രക്ഷിക്കാമായിരുന്നില്ലേ? അതുപോലെ ഓരോ കാര്യങ്ങളും. സീതാദേവിക്കെതിരെ അപവാദം വന്നു, സീതാദേവിയെ ആശ്രമത്തിൽ കൊണ്ടു നിർത്തേണ്ടി വന്നു ശ്രീരാമസ്വാമിക്കാണ് പരിഹരിക്കായിരുന്നില്ലേ? കൃഷ്ണൻ്റെ കുലം അവസാനം തമ്മിൽ തല്ലി മരിക്കല്ലേ? കൃഷ്ണൻ അങ്ങോട്ട് പരിഹരിക്കായിരുന്നില്ലേ? അപ്പം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ദൈവമെല്ലാം നടത്തിത്തരുന്ന, ദൈവം നടത്തിത്തരും എന്ന് പഠിപ്പിക്കാനല്ല നമ്മുടെ ക്ഷേത്രങ്ങൾ വെച്ചത്. നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിനെ പരിവർത്തനം വരുത്താനാണ്, ഉയർത്താനാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം തലമുറകളെ ആ ഒരു സംസ്കാരത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. എവിടെയോ നമ്മുടെ ഹിന്ദുമതത്തിൽ ഈ വീഴ്ച പറ്റി. അതുകൊണ്ടാണ് നമ്മുടെ ആചാരങ്ങളെ കൃത്യമായി അനുഷ്ഠിക്കാതെ നാം ഒരു തെറ്റായ വഴിക്ക് ഇതൊക്കെ ആചരിച്ചു തുടങ്ങിയത്. നിങ്ങൾ നോക്കൂ, ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിലെത്തുമ്പോൾ ആദ്യം ആളുകൾ വിചാരിക്കുക നടയുടെ അവിടെ ചെന്ന് ഉള്ളിലേക്ക് എങ്ങനെ കയറി ആ ശ്രീകോവിലിൻ്റെ മുന്നിൽ തൊഴുന്നതാണ് ഭക്തി എന്നുള്ളതാണ്. സത്യത്തിൽ നമ്മളത് മനസ്സിലാക്കിയില്ല. ആ തൊഴുതു പോവുക എന്തൊരു തരം താഴ്ന്ന രീതിയിലാണ് നമ്മൾ ഹിന്ദു സംസ്കാരം കൊണ്ടു നടന്നത്. നമ്മൾ 3 കാര്യങ്ങൾ ബൈപ്പാസ് ചെയ്തു. ഒന്നാമത്തെ കാര്യം, നമ്മളൊരു ക്ഷേത്രത്തിലെത്തിയ കുളത്തിലിറങ്ങി കയ്യും കാലും ഒക്കെ ഒന്ന് കഴുകുക. അതെന്തിനാ വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഉള്ള ബ്ലഡ് പ്രഷറിനെ ബാലൻസ് ചെയ്യാനാണ്. ശരീരത്തിൻ്റെ ശരീരത്തിലുള്ള ചൂടിനെ ഒന്ന് കുറച്ചാൽ ബ്ലഡ് പ്രഷർ കൺട്രോൾഡായി. അത് കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കണം, ഉള്ളിൽ 4 അമ്പലത്തിന് ചുറ്റും. അങ്ങനെ നമ്മൾ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ശുദ്ധീകരണം സംഭവിക്കുകയാണ്. കാരണം സർക്കുലേഷൻ കൂടുന്നു. സർക്കുലേഷൻ കൂടുമ്പോൾ ഇതിലുള്ള കൂടിക്കിടക്കുന്ന ഗ്ലൂക്കോസ്, ഈ ശരീരത്തിലുള്ള ടോക്സിൻസ്, അനാവശ്യമായിട്ടുള്ള എല്ലാം അതിനെ എടുത്ത് കളയുകയാണ്. നമ്മൾ ക്ലീൻ ചെയ്യുക ശരീരത്തെ. അതോടൊന്ന് വെച്ച് നാമം കൂടി ചൊല്ലുമ്പോഴോ ഒന്നുകൂടി നമ്മുടെ മനസ്സ് ഉഷാറായി. അപ്പോൾ നമ്മുടെ മനസ്സുള്ള ആലസ്യമെന്ന, ലതാർജി എന്ന, നമുക്കൊരു ഇനേർഷ്യ എന്നത് പോയി കിട്ടും. എല്ലാം ഒരു മരവിപ്പ് അത് പോയി കിട്ടും. അങ്ങനെ ഒരു 10-11 പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കണം. അത് എത്ര പ്രദക്ഷിണം വെച്ചോ അത്രയും നല്ലതാണ്. കാരണം നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഊർജം കിട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഊർജമുള്ള മനസ്സോടുകൂടി വേണം ശ്രീകോവിലിൻ്റെ അടുത്തേക്ക് പോകാൻ, 4 അമ്പലത്തിനുള്ളിൽ കയറാൻ. അത് മുഴുവൻ ഏകാഗ്രതയ്ക്കാണ്. അപ്പം അവിടെ നമ്മൾ നാമം ജപിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ നാമം ജപിച്ച് 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 നാമത്തിൽ ഒരു ഭാഗത്തിരുന്ന് അങ്ങനെ മുഴുകി ചേരുമ്പോഴാണ് നമ്മുടെ ബുദ്ധിയും മനസ്സും പരസ്പരം ചേരുന്നതെന്ന് തിരിച്ചറിയുക. ബുദ്ധിയും മനസ്സും പരസ്പരം ചേരുമ്പോഴാണ് ബുദ്ധിയുടെ കഴിവും മനസ്സിൻ്റെ ശക്തിയും തമ്മിൽ ചേരുമ്പോൾ നാം എന്ത് സങ്കല്പിച്ചുവോ അത് നടന്നിരിക്കും. ഏത് പ്രതിസന്ധി നമുക്ക് തരണം ചെയ്യാൻ പറ്റും. അപ്രകാരം നമ്മുടെ മനസ്സിനെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കും. അതിനാണ് ക്ഷേത്രങ്ങൾ തന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷേത്രങ്ങളെ നമ്മൾ പ്രയോജനപ്പെടുത്തിയാൽ മാത്രമല്ലേ നമുക്ക് അഭിവൃദ്ധിയുള്ളൂ. അല്ലാതെ നേരെ ചെന്ന് തൊഴുത് ഭഗവാനോട് പറയാം, ഞാൻ പാൽപ്പായസം കഴിച്ചു തരാം, നെയ്വിളക്ക് എത്തിച്ചോളാം, അതൊക്കെ ചെയ്തോളൂ നിങ്ങൾ, ഞാൻ അതിനൊന്നും എതിർക്കുന്നില്ല. പക്ഷേ അതല്ല നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. അതൊക്കെ വേണം, അതൊക്കെ ഒരു ക്ഷേത്രത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി വരാം. പക്ഷെ അതിന് ഒപ്പം തന്നെ നമ്മുടെ മനസ്സിനെ നമുക്ക് ഉയർത്താൻ പറ്റിയിട്ടില്ല, ബുദ്ധിയോടൊപ്പം അതിനെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് വിളക്ക് കൊടുത്തിട്ട് എന്ത് കാര്യം, എന്ത് പാൽപ്പായസം കഴിച്ചിട്ട് എന്താ കാര്യം? അതാണ് ശങ്കരാചാര്യസ്വാമികളും തൻ്റെ കൃതികളിലൂടെ പറഞ്ഞത്. മനസ്സെന്നലഗ്നം കുരോരംക്രിപത്നേ തദക്യം 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 തദക്യം. മനസ്സിനെ ഉറപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ട് തദക്യം, എന്ത് കാര്യം, എന്ത് കാര്യം, എന്ത് കാര്യം? നമ്മളെ പരിഹസിക്കുകയാണ് ശങ്കരാചാര്യസ്വാമികൾ. അപ്പോൾ ശങ്കരാചാര്യസ്വാമികൾ മറ്റൊരു സന്ദർഭത്തിൽ പറയും, കുരുതേ ഗംഗാസാഗരഗമനം വ്രതപരിപാലനമതവാദാനം ജ്ഞാനവിഹീന സർവമതേന മുക്തിം ഭജതിന ജന്മശതേന. എന്താ പറയണത്? നിങ്ങൾ എത്ര ഗംഗയിൽ പോയി എല്ലാ വർഷവും മുങ്ങിക്കോളൂ, എല്ലാ കുംഭമേളയ്ക്കും പോയി മുങ്ങിക്കോളൂ, അതുപോലെ എല്ലാ തീർത്ഥക്ഷേത്രങ്ങളിലും പോയിക്കോളൂ. മനസ്സിനെ നിങ്ങൾ
പരിവർത്തനം വരുത്താനല്ല പോകുന്നതെങ്കിൽ ഈ പോക്ക് കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. അപ്പോൾ എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത്? നമ്മുടെ മനസ്സിനെ പരിവർത്തനം വരുത്താനാണ്. ഇത് മനസ്സിലാക്കിയിട്ട് വേണം മറ്റുള്ളവരെ പരിശീലിപ്പിച്ചെടുക്കാൻ. അല്ലെങ്കിൽ നിങ്ങളും വഴിതെറ്റും അവരും വഴിതെറ്റും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞു. അപ്പോൾ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ ബുദ്ധിയെയും മനസ്സിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്യാം, അത് അടുത്ത ശ്ലോകത്തിൽ വിശദീകരിക്കുകയാണ് ഭഗവാൻ കൃഷ്ണൻ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.